തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 8000 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 1 കോടിയോളം രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. അസം സ്വദേശി അജ്മലിനെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. മേനംകുളം ആറ്റൻകുഴി പ്രദേശത്തെ 2 വീടുകളിലായാണ് പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. തിരുവനന്തപുരം IB യൂണിറ്റും വാലവരം പൈറ്റുള്ള ഭാഗത്ത് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പൈറ്റുള്ളയിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ നിന്ന് ഏകദേശം 30 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നം കണ്ടെത്തി. അതിൽ പൈറ്റുള്ളയിൽ അലി എന്ന് പറഞ്ഞ ഒരു ഹിന്ദിക്കാരിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. തുടർന്ന് ഈ അലി നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടത്ത് മേനംകുളത്തും കുളത്തൂർ ആറ്റിൻകുഴിയിലുള്ള അജ്മൽ എന്ന് പറഞ്ഞ ആളുടെ റൂം പരിശോധിച്ചതിൽ ഏകദേശം രണ്ട് വീടുകളിലായിട്ട് ഏകദേശം ഒരു 8000 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നം കിട്ടി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഗോപാൽ ശീലാസനിൽ ചേരുന്നുണ്ട്. ഗോപാൽ, വിവരങ്ങൾ. ഇന്ന് രാവിലെ നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് എക്സൈസ് സംഘം 30 കിലോ പുകയില ഉൽപ്പന്നങ്ങളുമായി അലി എന്ന ഒരാളെ കണ്ടെത്തിയത്. ഇയാളിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴക്കൂട്ടത്തെ മേനംകുളം, ആറ്റിൻകുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇപ്പോൾ 2 വീടുകളിലായി സൂക്ഷിച്ചിരുന്ന 8000 കിലോയോളം വരുന്ന വൻ പുകയില ഉൽപ്പന്നങ്ങളുടെ ശേഖരം കണ്ടെത്തിയത്. ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിലാണ് ടെക്നോ പാർക്കിന് സമീപത്തെ ഈ മൊത്ത വ്യാപാര കേന്ദ്രം എക്സൈസും പോലീസും കണ്ടെത്തിയത്. 50-ലധികം ഇനത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളും ലഹരി മിഠായികളും കൂട്ടത്തിലുണ്ട്. അസം സ്വദേശിയായ അജ്മലാണ് ഈ സാധനങ്ങളുമായി പോലീസിന്റെ വലയിലായിരിക്കുന്നത്. ഓർഡർ അനുസരിച്ച് സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് പതിവ് എന്ന് പ്രതി പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഘത്തിൽ അജ്മലും അലിയും മാത്രമല്ല, ഇതൊരു ചങ്ങല പോലെ പ്രവർത്തിക്കുന്ന സംഘമാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. വിപണിയിൽ 1 കോടിയോളം രൂപ വിലയുണ്ട് എന്ന് പോലീസ് എക്സൈസ് അധികൃതർ പറയുന്നു. ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് തുടർ നടപടികൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഗോപാൽ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങളിലേക്ക് തിരികെ എത്തും.